ഹലോ ഗൈസ്, വെൽക്കം ടു ഫാമിലി വ്ളോഗ്. ടൈം ഇപ്പോൾ എത്ര കണ്ടില്ലേ? 4 മണി. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. 4 മണി ആവാൻ നിൽക്കണം കേട്ടോ. ഞാനപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് നേരം പഠിക്കാമെന്ന് കരുതിയിട്ട് ബുക്കൊക്കെ എടുത്ത്. ഇപ്പം എൻ്റെ റൊട്ടീൻ ഇങ്ങനെയാണ്: രാവിലെ കുറച്ച് നേരം പഠിച്ചിട്ട് നീക്കൽ. പഠിക്കണത് എന്താണെന്ന് ചോദിച്ചാൽ PSCക്കാണ് പഠിക്കണത്, അറിയാത്തവർക്കായിട്ടോ. മക്കൾ 2 പേരുള്ളതുകൊണ്ട് തന്നെ അവർ ഉറങ്ങാൻ ടൈമിലേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നീറ്റ് പഠിക്കുന്നത്. പിന്നെ പകൽ ടൈമിലാണെങ്കിൽ ഇതിനൊന്നും ഒഴിവും കിട്ടൂല. സാധാരണ ഞാൻ ക്ലാസ്സിന് പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കാറാണ്. പകൽ വീട്ടിലിരുന്ന് നടക്കില്ല എന്നുള്ളതുകൊണ്ട് രാവിലെ ക്ലാസ്സിന് പോവും. അപ്പോൾ രാവിലെ ഇത് നേരത്തെ എണീറ്റ് കുറച്ച് നേരം കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ പഠിക്കണം. പിന്നെ ഇന്ന് സാറ്റർഡേത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ സാറ്റർഡേ അന്ന് ഞാൻ പോയിട്ടുമില്ല. ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ്. ഞാനും അമ്മയും കുട്ടികളും കൂടിയാണ് പോകുന്നത്. അച്ഛനും ഏട്ടനൊക്കെ ഉണ്ട് കേട്ടോ ഹൗസ് വാമിങ്. അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛന് വരാൻ പറ്റില്ല, ഏട്ടന് വരാൻ. അന്ന് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് തന്നെ അമ്മ അന്ന് എന്ത് ചെയ്തു, ചപ്പാത്തി കയറിയിടുക, അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അന്ന് അമ്മ എന്ത് ചെയ്തു, ചപ്പാത്തി. ഞാൻ എൻ്റെ പണിയെടുക്കാൻ തുടങ്ങി. അടുക്കള തുടക്കില്ല, ഇവിടെ കൊണ്ട് അടുക്കള തുടക്കില്ല, മിറ്റടിക്കില്ല, അങ്ങനെയൊക്കെയുള്ള പണി തന്നെ ഉള്ളൂ. പിന്നെ മാധു ഇതാ അവിടെ ബേബി ചെയറിൽ രാവിലെ വന്നാൽ അവൾ അവിടെ ഇരിക്കും. അവരുടെ കൂടെ അച്ഛനും ഉണ്ടാവും അടുക്കളയിൽ, അമ്മ ഉണ്ടാവും അടുക്കളയിൽ. രണ്ടാളെയും കൂടെ അവിടെ ഇരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ചായ അടിക്കുന്നത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മറന്നു ഞാൻ. പിന്നെ മാധുവിനെ അത് ഉറക്കുകയാണ്. പിന്നെ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. 12 മണി 12:30 ആകുമ്പോൾ വേണം പോകാൻ. അപ്പോൾ അപ്പോഴേക്ക് പണികളൊക്കെ തീർക്കുകയാണ്. അമ്മ അടുക്കളയിലുണ്ട്, മാധു അധികം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആദ്യം അവിടെ കൊച്ചു TVയും കണ്ടിരിക്കുകയാണ്. മാധൂസാണെങ്കിൽ എന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക കേട്ടോ, ഭയങ്കര ഹെൽപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നു. അപ്പോൾ പിന്നെ എന്നാൽ പോകാമെന്ന് കരുതി. കോട്ടോപ്പാടം, സുമയ്യയുടെ വീട് കോട്ടോപ്പാടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അച്ഛനുണ്ടായിരുന്നു. പിന്നെ അച്ഛനൊരു ട്രിപ്പ് കിട്ടിയിട്ട് പിന്നെ അച്ഛൻ അങ്ങനെ പെട്ടെന്ന് പോയി. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരാണ്ട്. ഷെറിൻ ബേബിയാണ്, ഷെറിൻ ബേബി എന്നാട്ടോ പേര്. അപ്പോൾ അവളും കൂടി വന്നിട്ട് സാധനം നോക്കാൻ എഴുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തത് എന്തായിരിക്കും, ഞങ്ങളൊരു ഡിന്നർ സെറ്റ് പോലത്തെ സാധനം കേട്ടോ നോക്കിയത്. അപ്പം ഞങ്ങളിവിടെ എത്തി. ഇതാണ് സുമയുടെ വീട്. അപ്പോൾ ഞങ്ങൾ വാഷ് ബേസ്, ഷെറിൻ ബേബി വാഷ് ബേസ് വിശദീകരിച്ച് കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളത് മുകളിലൊക്കെ എല്ലാവരും ഒന്ന് കയറി കണ്ടു. നല്ല അടിപൊളി വീടാണ് കേട്ടോ. വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അടുത്തത് ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അച്ഛൻ്റെ വണ്ടിയിലാട്ടോ പോകുന്നത്. തിരിച്ച് പോകുന്നപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് രാത്രിയായി. പിന്നെ അതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആദ്യം പഠിപ്പിക്കായിരുന്നു, അപ്പം ഞാനും പഠിക്കായിരുന്നു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.